മാംഗോ വ്ളോഗ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മികച്ച വിളവിനും കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ആ കീടനാശിനി. ഇതിൻ്റെ പേര് കവച് എന്നാണ്, കവച്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 100 ml മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ 5 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. 5 ലിറ്റർ വെള്ളമാണ് അതിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഒഴിക്കുകയാണ്. ഇത് 500 ml ആണ്, അതുകൊണ്ട് ഫുള്ളായിട്ട് ഒഴിക്കുകയാണ്. ഇതേപോലെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് വെള്ളമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടല്ല വാങ്ങിക്കുന്നത്. ഇതിന് മുന്നേ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫലപ്രദമായിട്ട് തോന്നിയതിനാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഇത് പരിചയപ്പെടുത്താനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലായത് എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. കീടങ്ങൾ നമ്മുടെ പ്ലാന്റുകളെ ആക്രമിച്ച് തുടങ്ങുമ്പോഴേ ഇത് ഉപയോഗിക്കണം. അല്ലാതെ മൊത്തത്തിൽ ചെടി നശിച്ചതിന് ശേഷം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇതേപോലെ ഒരു സ്പ്രേയറിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് പുറത്ത് പോകത്തില്ല. ഇതാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ചെടികളിലെല്ലാം. അതുകൊണ്ട് ഇതേപോലെ ഞാൻ കാണിക്കാം. ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്യാം ചെടികളിലെല്ലാം. അങ്ങനെ ഇതിൻ്റെ ഈ സ്പ്രേയർ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഇത് 5 ലിറ്ററിൻ്റെ സ്പ്രേയറാണ്. ഇതേപോലെ നനയ്ക്കാം. ഇത് നനയ്ക്കുമെന്ന് വെച്ചാൽ നമ്മൾ 15 ദിവസം ഇടവിട്ട് നമുക്ക് ചെടികൾക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല വിളവുണ്ടാവും. പിന്നെ കീടങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കും. നിങ്ങളുടെ ചെടിക്ക് തളിക്കാൻ ആവശ്യമായ ലായനി മാത്രം തയ്യാറാക്കി ഉപയോഗിക്കുക. ഇത് നിങ്ങൾ തയ്യാറാക്കിയത് ഒരിക്കലും സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഇത് നിങ്ങൾ തളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രാവിലെയോ വൈകിട്ടോ മാത്രം തളിക്കുക. അല്ലാതെ ഉച്ചയ്ക്കൊന്നും തളിക്കാൻ പാടുള്ളതല്ല ഇത്. ഈ കീടനാശിനി ഈ നനവുള്ള സ്ഥലത്തോ ചൂടുള്ള സ്ഥലത്തോ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ഈ ലായനി മറ്റ് രാസജൈവ വസ്തുക്കളുമായി കലർത്തി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. തികച്ചും ഇതൊരു ജൈവ കീടനാശിനിയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ ഗോമൂത്രം, വേപ്പെണ്ണ, സോപ്പ്, കാന്താരിമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കീടനാശിനിയാണ് കവച്. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ കാർഷിക സർവകലാശാല മണ്ണുത്തി, അവിടെ നിന്നാണ് ഞാൻ ഈ കീടനാശിനി വാങ്ങിച്ചത്. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പേരയുടെ ഇലയിലൊക്കെ ഒരു വെള്ള ഒരു സാധനം വരും, ഒരു പ്രാണി വരും. അതിൻ്റെ ഇല മൊത്തം ഇങ്ങനെ ഇല മൊത്തം തിന്ന് അത് നശിപ്പിക്കുക. ആ പ്ലാന്റിനെ മൊത്തത്തിൽ നശിപ്പിക്കുക. പക്ഷേ അത് പോകാനായിട്ട് ഞാൻ വേറെ കുറേ പുറത്തെ കടയിൽ നിന്നൊക്കെ ഞാൻ കീടനാശിനിയൊക്കെ മേടിച്ച് ഉപയോഗിച്ചു. എന്നിട്ടൊന്നും അത് പോകുന്നില്ലായിരുന്നു, മൊത്തത്തിൽ പോകുന്നില്ല. പിന്നെയും അത് കുറേ കഴിയുമ്പോൾ പിന്നെയും താനേ വരും അത്. പക്ഷേ ഇതൊരു പ്രാവശ്യം വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചപ്പോഴത്തേക്കും ഞാൻ അന്ന് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും അതിൽ ആ വെള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഇപ്പോഴും ഇല്ല. ആ വെള്ള കളറിലെ ആ ഒരു പ്രാണി ഇപ്പോൾ അതിൽ വരുന്നതേ ഇല്ല. അപ്പോൾ ഇത് അത്രയ്ക്ക് ഫലപ്രദമായതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് കണക്കുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുക. ചെടികൾക്ക് നല്ല വിളവുണ്ടാവും. നല്ല ഈ കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഇത് 500 ml ബോട്ടിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 40 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചത്. പുറത്തെ അഗ്രോ ബസാറുകളിൽ എനിക്കിത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാനത് പുറത്തൊന്നും കണ്ടിട്ടില്ല. എനിക്ക് പുറത്ത് വേറൊരു കമ്പനിയുടെ ഒരു കീടനാശിനിയാണ് കിട്ടിയത്. അതടിച്ചിട്ടൊന്നും അത് സ്പ്രേ ചെയ്തിട്ടൊന്നും വലിയ ഫലപ്രദമൊന്നും ഉണ്ടായില്ല. ഫലപ്രദമായിട്ട് തോന്നിയില്ല എനിക്ക്. അപ്പോൾ ഇതിലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു കീടനാശിനിയാണ്.
അപ്പോൾ ഇതെന്തായാലും നല്ലൊരു കീടനാശിനിയാണ്. ഇത് ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ്. ഇത് ജൈവ കീടനാശിനി ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ ഉള്ളിൽ പോവാതെ സൂക്ഷിക്കുക, വായിലോ ഒന്നും പോവാതെ സൂക്ഷിക്കുക. പോവാൻ പാടില്ല. അത്ര കുറച്ച് ഇത് പവർഫുള്ളാണിത്. എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. നമ്മളെ കയ്യിലൊന്നും പറ്റിയാലൊന്നും പ്രശ്നമില്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ പോവാതെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ടെറസിൽ ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലാന്റുകളും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ കൂടെ അങ്ങ് കാണിക്കുവാണ്. ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സ്പ്രേയർ നമുക്ക് ഇത് എയർ നമ്മൾ പമ്പ് ചെയ്തതിന് ശേഷം ആണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ഫോഴ്സിൽ ഇത് വരും. ഈ ഫോഴ്സിൽ ഈ കീടനാശിനി ഇതിനകത്തൊരു ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ അത് എല്ലാ ഇലയിലും നല്ല രീതിയിൽ അത് സ്പ്രെഡായിട്ട് കിട്ടും. നമ്മളിപ്പോൾ കയ്യിൽ കൊണ്ടുപോയി തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും എത്തത്തില്ല. എല്ലാ ഇലകളിലും അത് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല പ്രഷറിലാണ്. നമ്മൾ 1, 2, 3 പ്രാവശ്യം പമ്പ് ചെയ്യേണ്ടി വരും. ഒരു പ്രാവശ്യം പമ്പ് ചെയ്താൽ ഇത് മൊത്തം തളിക്കാൻ പറ്റത്തില്ല, സ്പ്രേ ചെയ്ത് കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 3 പ്രാവശ്യമെങ്കിലും നമ്മളത് പമ്പ് ചെയ്യണം. ഒരു പ്രാവശ്യം പമ്പ് ചെയ്ത് അതിൻ്റെ ആ പ്രഷർ സ്ലോ ആകുമ്പോൾ പ്രഷർ കുറയും. എന്ന് വെച്ചാൽ നമ്മൾ ഈ വരുന്ന ലായനി സ്ലോ ആകും. അപ്പോൾ നല്ല രീതിയിൽ ചെടികളിൽ എത്തത്തില്ല. ചെടികളുടെ ഇലകളിൽ എത്താതെ വരുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ സ്പ്രേയർ ജസ്റ്റ് ഒന്നുകൂടെ പമ്പ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് പമ്പ് ചെയ്ത് ഒരു ലോക്കുണ്ട്, ആ ലോക്കിൽ അങ്ങ് പിടിച്ചിട്ടിട്ട് പിന്നെ നമ്മളത് അതിൽ കയ്യിൽ പിടിക്കുന്ന ഗണ്ണുണ്ട്, ആ ഗണ്ണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ നല്ല ഫോഴ്സ് തന്നെ പിന്നെയും വരും അത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അഭിയുമാണ്. ഇത് കുറേ നാൾക്ക് ശേഷമാണ്, ഇത് ആദ്യമായിട്ടാണ് ഇതിൽ ചെറിയ കായ് വന്നിട്ടുണ്ട്. ഇത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയ കായ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആപ്പിൾ ചാമ്പ, ഇതൊക്കെ 1-2 പ്രാവശ്യം പിടിച്ചതാണ്. ഇപ്പോൾ അതിൽ പിടിക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് അതിൽ കായൊന്നും കാണാത്തത്. പക്ഷേ നല്ല രീതിയിൽ പിടിച്ചതാണ്. അതിൽ ആപ്പിൾ ചാമ്പ 3 വെറൈറ്റി ആപ്പിൾ ചാമ്പ ഉണ്ട്. ഇതുപോലെ വേറെ 2 എണ്ണം കുറച്ചപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പേര ഒരു 3 വെറൈറ്റിയിലുള്ള പേരകളുണ്ട്. അതിൽ ഇത് സീതപ്പഴം എന്ന് പറയും. സീതപ്പഴം എന്ന് പറയുന്ന എൻ്റെ മുഖം എടുത്തിരുന്നു അമ്മി മൊത്തം. ഇതാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആപ്പിൾ ചാമ്പ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വലിയ പ്ലാന്റുകൾ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറികളും വെച്ചിട്ടുണ്ട്. മുളക് അങ്ങനെയുള്ള തക്കാളിയൊന്നും വലുതായിട്ടില്ല. തക്കാളിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, വലുതായി. അത് കുറേ തക്കാളി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതിൻ്റെ തൈ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കരിഞ്ഞുണങ്ങി പോവും. അപ്പോൾ നമ്മൾ വേറെ വെച്ച് കൊടുക്കണം. ഞാനിത് 2-3 പ്രാവശ്യം ഈ തക്കാളി നല്ല രീതിയിൽ വലിയ തക്കാളിയാവും. നല്ല കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടാവും തക്കാളിക്ക്. നല്ല നമുക്കിങ്ങനെ അന്ന് പറിച്ചിങ്ങനെ കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ പിടിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും അത്. ഈ പേരയിലൊക്കെ നമുക്ക് പേര പിടിച്ചായിരുന്നു കേട്ടോ. പേരയ്ക്ക പിടിച്ച് നല്ല വലിയ പേരയ്ക്കാവും. നല്ല കുറച്ച് സൈസുള്ള പേരയ്ക്കാവും. നല്ല മധുരമാണ്. ഇത് നമ്മുടെ വീട്ടിലെ അവസാനത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ. അവസാനത്തെ വെച്ചാൽ ഇനി ഒരിക്കൽ കൂടെ എന്ന് വെച്ചാൽ പഴുത്തില്ല, ചെറിയതായിട്ട് ഇതായിട്ടുണ്ട്. പൂ വിരിഞ്ഞ് കായ വന്നിരിപ്പുണ്ട്. പക്ഷേ ഇതിന് ലാസ്റ്റ് ആവുന്നതിന് മുന്നേ ഉള്ളൊരു വിളവെടുപ്പ് ഒരു 6-7 എണ്ണം
ഇതായിട്ടുണ്ട്, 7 എണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളങ്ങ് കട്ട് ചെയ്തതാണ്. കാരണം വെച്ചാൽ ഇതിൽ കീടനാശിനി അടിക്കുന്നതിന് മുന്നേ കട്ട് ചെയ്തതാണ്. കീടനാശിനി ഇത് ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നിലനിർത്തിക്കൊണ്ട് കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാം, പിന്നെ കഴുകി എടുത്താലും നമുക്കൊരു പാടായതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കീടനാശിനി അടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അതിൽ ആ ഡ്രാഗൺ ഫ്രൂട്ട് പഴത്തിലും കൂടെ ആ കീടനാശിനി മൊത്തം ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കട്ട് ചെയ്യുന്നത്. അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം വെച്ച ഡ്രാഗൺ ഫ്രൂട്ടാണത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഒരെണ്ണത്തിൽ ഞാൻ 3-4 ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലാത്തിലും ഞാൻ ഈ വർഷം ആണ് ആദ്യമായിട്ട് പിടിക്കുന്നത്. നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 3-4 പ്രാവശ്യം ഞാൻ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 3 എണ്ണത്തിന് മാത്രം എനിക്ക് കിട്ടി. ഒരു തവണ എനിക്ക് 9-10 കിലോയോളം കിട്ടി ഈ 3 എണ്ണത്തിന് മാത്രം. അത് ഒറ്റ തവണ. അതേ കണക്ക് 3 തവണയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 4ാം തവണയാണ് ഇപ്പോൾ ഞാൻ ഈ 7 എണ്ണം കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 3, 4, 5 ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി ഒരു പ്രാവശ്യം കൂടെ ലാസ്റ്റ് ഒരു വിളവെടുപ്പുള്ള എടുക്കാനുള്ളതും കൂടെ കാണാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് ഇത് വന്ന് നിൽപ്പുണ്ട്. മൊട്ട് വന്ന് വിരിഞ്ഞ് അത് പൂവന്ന് കായായി നിൽപ്പുണ്ട്. അതിന് വലുതായി ഈ കളറാവണം. അതിനെങ്ങനെയാലും 1 മാസം എടുക്കും. ഇത് നമ്മുടെ ഇതിൽ നിന്നിട്ടേ ഇതിൽ തന്നെ നിർത്തി നല്ല രീതിയിൽ പഴുത്തിട്ട് ഇപ്പോൾ ഈ കളർ കണ്ടോ, ഇത്രയും കളറായതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മധുരം കുറച്ചും കൂടി കൂടും കേട്ടോ. നല്ല മധുരമുണ്ട്. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോഴത്തേക്കും അവർ ഇത്രയും പഴുക്കാൻ നിർത്തിയിരിക്കില്ല. അതിന് മുന്നേ തന്നെ അത് കട്ട് ചെയ്യും. ജസ്റ്റ് ഈ കളർ വന്ന ഉടനെ കട്ട് ചെയ്യും. ഞാനിത് കളർ വന്നിട്ടും ഒരു 3 ദിവസം 4 ദിവസത്തോടെ നിർത്തിയിരുന്നു. ആ കളർ ചുവപ്പായതിന് ശേഷം ഒരു 4 ദിവസം 5 ദിവസം ഒരാഴ്ചയോളം നിർത്തിയിരുന്നു. 5 ദിവസമൊന്നുമല്ല, ഒരാഴ്ചയോളം ഞാൻ നിർത്തിയിരുന്നു. എന്നിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിന് ഞാൻ ഒരെണ്ണം ഞാൻ അവിടെ വെച്ച് തന്നെ കഴിച്ചായിരുന്നു. അവിടെ വെച്ച് എടുത്തപ്പോൾ തന്നെ ഞാൻ അത് ഇളക്കി കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. മധുരത്തിന് ഒരു കുറവുമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇത് കളറ് വന്ന് അടുത്ത ദിവസം തന്നെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ മധുരം ഉണ്ടാവത്തില്ല. ചെറിയ ഒരു മധുരം തോന്നേ ഉള്ളൂ. പക്ഷേ അത് നമ്മളത് പഴുത്തിട്ട് ഒരു 5-6 ദിവസം നിർത്തിയിട്ട് പറിച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറും ആവും. ഇതേ കണക്കത്തെ കളറും ആവും. തൊലി തന്നെ ഇതേ കണക്കത്തെ കളറും ആവും. നല്ല മധുരവും ഉണ്ടാവും. അത് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയിട്ട് നിരാശയായ അതുപോലെ പറയാറുണ്ട്. മധുരം ഇല്ല, ഒന്നും അങ്ങനെയല്ല, കൊള്ളത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് മധുരത്തെക്കാളും അതിന് ഗുണം ഒരുപാടുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കാതെയാണ് പലരും അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ മധുരമുണ്ട്. ഇതേ കണക്ക് നല്ല രീതിയിൽ പഴുത്തത് കിട്ടിയ മധുരമുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അത്രയും മധുരമുള്ള കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ ആ കളറാകുമ്പോഴേ അവർ കട്ട് ചെയ്യും. കളറാകുമ്പോൾ കട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മധുരം ഉണ്ടാവത്തില്ല. അതാണ് അതിന് മധുരം ഇല്ലാതെ നമുക്ക് തോന്നുന്നത്. പക്ഷേ വീട്ടിൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനല്ലേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കട്ട് ചെയ്ത് എപ്പോൾ ഉണച്ചെടുക്കാമല്ലോ. ഇത് ബേറാപ്പിളാണ്. ഇത് നിറയെ പിടിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിറയെ പിടിച്ചു. ഇപ്പോൾ അതേ പൂവന്ന് നിൽക്കുക, മൊത്തം നിറച്ച് പൂവന്ന് നിൽക്കുക. ഇത് രണ്ടെണ്ണം ഉണ്ട്. 2 വെറൈറ്റി അല്ല, 2 ഒരേ പോണത്ത് തന്നെ അപ്പുറം ഇപ്പുറം നിൽപ്പുണ്ട്. പക്ഷേ ഇത് നല്ല വലുതാവും. ബേറാപ്പിൾ വെച്ചാൽ ആപ്പിളിൻ്റെ അത്രയാവും. കഴിഞ്ഞ പ്രാവശ്യം അവർ നിറയെ പിടിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ വരെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട് ആകെ ഒരു പ്രാവശ്യമേ പിടിച്ചിട്ടുള്ളൂ. അത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അത് പിടിച്ചു, ഒരെണ്ണം. അത് നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പേര് വരാൻ കാരണം നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. അത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് നമ്മൾ എടുത്ത് വായിൽ ഇങ്ങനെ ചവച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പുളിഞ്ചിക്ക് എടുത്ത് കഴിച്ചാലും ഒരു മധുരം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ. നമ്മളപ്പോൾ അത് പുളിഞ്ചിക്കല്ല, വേറെ പുളിപ്പുള്ള എന്തെടുത്ത് കഴിച്ചാലും മധുരം ഫീൽ ചെയ്യും. അതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പറിച്ചതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഞാനത് പറയുന്നതാണ്.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.